നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നതല്ല, എൻ്റെ ചുറ്റും പൈൻമരക്കാടുകളാണ്. പിന്നിൽ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പുൽമേട്, പച്ച പുൽമേട് കാണാം. അതെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഒരു സ്റ്റഡി ട്രിപ്പിലാണ്, ഒരു ഫീൽഡ് ട്രിപ്പിലാണ്. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതല്ലേ, GIS കോഴ്സ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫീൽഡ് ട്രിപ്പ് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇലവി പൂഞ്ചിറയിൽ നിന്ന് സൈൻ ഓഫ് ഒക്കെ പറഞ്ഞപ്പോൾ അടുത്തത് എത്തിയേക്കുന്നത് എവിടെയാണ്? നമ്മുടെ വാഗമണിലെ പൈൻ ഫോറസ്റ്റിലാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഈ ഒരു പൈൻ ഫോറസ്റ്റിൽ വന്നു. അപ്പോൾ നിൽക്കുന്ന ആരാണല്ലോ, ഇത് നമ്മുടെ പാർവതി ഉണ്ട്, ഓൾ ദ വേ ഫ്രം ചേർത്തല. ആൻഡ് ദേവു ഓൾ ദ വേ ഫ്രം കുന്നംകുളം. ഓക്കെ, കുന്നംകുളം പ്രൊഡക്റ്റാണ്. സോ അപ്പോൾ നമുക്ക് ഏതായാലും ഇവരെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്ന ഒരു ഹൈ പറഞ്ഞേക്ക്. അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടാത്ത 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. റോബിൻ ഓൾ ദ വേ ഫ്രം കട്ടപ്പനക്കാരനാണ്, ഭയങ്കര ആർട്ടിസ്റ്റൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വർക്കൊക്കെ വേണമെങ്കിൽ റോബിനോട് പറഞ്ഞാൽ റോബിൻ സെറ്റാക്കി തരും. ആൻഡ് ദിസ് ഈസ് കൂരോപ്പഴയുടെ സ്വന്തം സാന്ദ്രമോൾ. അപ്പോൾ എന്തായാലും ഹാപ്പി ട്രാവലിംഗ് ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, മഴ കുറവൊന്നുമില്ലാതെ ചുറ്റും കോട്ടയൊക്കെ കയറി മഴ പെയ്ത് നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നുണ്ട്. മൊത്തം ഒരു വെറ്റ് ഫീലാണ്. നമ്മളപ്പോൾ ഒരു പൈൻ ഫോറസ്റ്റ് ഇല്ല ആ ഏരിയക്ക് നടന്നുകൊണ്ടിരിക്കുകയാണോ. എല്ലാവരും എൻ്റെ വരിയായിട്ട് നടക്കുന്നുണ്ട്. ശ്രേയസ് ഒരു ഹായ് കൊടുത്തേ. ഇത് നമ്മുടെ ഒഫീഷ്യൽ ഹാക്കറാണ്, ഡാർക്ക് വെബിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തരും. അതെ, ഇതാ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഫുള്ള് നമുക്ക് വഴിയോര കച്ചവടക്കാരെയൊക്കെ കാണാം. ആർ യു സ്റ്റോപ്പിംഗ്? ഒരു ടൂറിസ്റ്റ് സ്ഥലം ആകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. എനിക്ക് ആ ഹൾക്കിനൊക്കെ മേടിച്ചാൽ കൊള്ളാന്നുണ്ട്. സാരി, എനിക്ക് എന്താ നീ മേടിച്ചു തരുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് ബിയറും വൈനൊക്കെ കിട്ടും. അപ്പൊ വേണ്ടതൊക്കെ അടിയാം. ഇന്നിപ്പോ മഴ കാരണം വലിയ തിരക്കൊന്നുമില്ല ഇവിടെ, ഇല്ലെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടാവുന്നതാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച നേരം അല്ലേ, അതിനെ ഉണ്ടാവും കേട്ടോ. പക്ഷെ വിചാരിച്ചത്ര തിരക്കില്ല ഇവിടെ. അപ്പൊ നമ്മളിതാ ഒരു പൈൻ ഫോറസ്റ്റിന്റെ ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് കോളേജിൽ നിന്നാകൊണ്ട് ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തതാണ്. ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ ഈ രീതിക്കാണ് കേട്ടോ. ലൈക്ക് മുതിർന്നവർക്ക് 10 രൂപ, കുട്ടികൾക്ക് അതായത് 10 വയസ്സ് താഴെയുള്ളവർക്ക് 5 രൂപ, ഫോട്ടോഗ്രാഫി 100 രൂപ, വെഡ്ഡിങ് വീഡിയോഗ്രാഫി 500 എന്നൊക്കെ പറഞ്ഞ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതേ നമ്മളങ്ങനെ ആ ഒരു പൈൻ ഫോറസ്റ്റ് എത്തി. നമുക്കിങ്ങനെ പയ്യെ നടക്കാം. സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ സൈഡ് പിടിച്ച് നടക്കട്ടെ. ഇത്തരത്തിലുള്ള കല്ലായിട്ടേക്കുന്നത്. നമ്മളപ്പോൾ അത് ഇങ്ങോട്ട് കയറിയതേ നല്ല രീതിക്ക് വഴുക്കുന്നുണ്ട് അവിടെ, ഇത്തരത്തിൽ പുല്ലായ കാരണം. ഭാഗ്യമുണ്ട് കാലിലൊക്കെ വീഴുന്നത് നമുക്കിപ്പോൾ കാണാം. ജസ്റ്റ് മിസ്. മിക്കവാറും കീർത്തുബേബാവും വീഴാൻ പോകുന്നേ. ആദർശം ആരും കണ്ടില്ലടാ, ഇപ്പൊ മറ്റേ ദേവദൂതനൊക്കെ റിലീസ് ചെയ്തിരിക്കുന്ന സമയമല്ല, അതിൽ കാണിക്കുന്നുണ്ട് പൈൻ ഫോറസ്റ്റ്. അത് ഭാഗമാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിൽ പൈൻ ഫോറസ്റ്റ് ആണ്. ലിയോബിന്റെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ അലോഷീന് അങ്കുർ റൗത്തർ ഓടിക്കുന്ന പോർഷനൊക്കെ ഇല്ലേ, വെടിവെക്കാൻ, ആ പോർഷനൊക്കെ ഇത്തരത്തിൽ പൈൻ ഫോറസ്റ്റിലായിരുന്നത്. പക്ഷേ പിള്ളേർ മരത്തിന് പിടിച്ച് പ്രേമൊക്കെ തുടങ്ങി. സാൻഡ്ര ബേബ്, എങ്ങനെയാണ് സ്ഥലം? അമ്മ എന്തോ എടുക്കാൻ പറഞ്ഞല്ലേ ഇവിടുന്ന്? എവിടെയെങ്കിലും കാണാനുണ്ടോ? എല്ലാവരും വീഴോന്ന് പേടിച്ച്
മരം പിടിച്ച് ഇറങ്ങി പോവാ. അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ ഈ പൈൻ ഫോറസ്റ്റ് കൂടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അട്ടയുണ്ട്. അപ്പോൾ ഞാൻ കാല് കാണിക്കുമ്പോൾ എൻ്റെ കാലിൽ കടിച്ചു നിങ്ങൾ വിചാരിക്കരുത്, എൻ്റെ കാലിൽ കടിച്ചില്ല. പക്ഷേ സാൻഡ്രയുടെ റെയിൻകോട്ടിൽ കടിച്ച്. പിന്നെ അറിയാം ജോർജിൻ്റെ കാലിൽ കടിച്ചു. നിന്റെ ചോരന്ന് കാണിച്ചു, ചോര കണ്ട ഐശ്വര്യം എന്നാ. കണ്ടോ ഗൈസ്, അട്ട കടിച്ച കണ്ടോ? അപ്പോൾ ഇങ്ങനെ മഴക്കാലത്തൊക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സാനിറ്റൈസറോ ഉപ്പോ ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ അട്ട പോവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൈ കരുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ വാഗമണിലെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഒരു മെഡോസിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ മെഡോസിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാൽ പോരെ. അപ്പോൾ മെഡോസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.